പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിൽ ഇന്നും മൗനം തുടർന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുടർച്ചയായ 9ാം തവണയും ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് വി.ഡി. സതീശൻ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പ്രതികരിച്ചു. എക്സാലോജി കേസിനെ വീണ ടി ഒറ്റയ്ക്ക് നേരിട്ടെന്നും പിണറായി വിജയനെ കേസിന്റെ ഭാഗമാക്കിയാൽ പ്രതിരോധം കടുപ്പിക്കാനുമാണ് CPIM തീരുമാനം. മൗനം താഴ്ത്തില്ല. റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഇന്നലെ ഡൽഹിയിൽ വെച്ച് 5 തവണ, ഇന്നിതുവരെ ഈ കണ്ട 4 തവണ മുഖ്യമന്ത്രിയോട് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇ.ഡി. റെയ്ഡിനെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇന്നലെ മൗനവും ചിരിയും, ഇന്ന് ഒഴിഞ്ഞുമാറ്റം. മുഖ്യമന്ത്രി മൗനത്തിൽ തന്നെ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്തോഷത്തോടെ ഉറങ്ങിയ ദിവസമായിരുന്നു ഇന്നലെയെന്ന് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം MP. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടപ്പോൾ ആദ്യം തെരുവിലിറങ്ങിയത് DYFI ആണ്. അത് ഇ.ഡിക്ക് എതിരെയായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴെല്ലാം ചോദിച്ചത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു. സംഘപരിവാർ ഇ.ഡിയുടെ വേഷത്തിൽ പിണറായിയുടെ വീട്ടിൽ കയറി. ഈ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരും. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന എല്ലാവരും അംഗീകരിക്കുന്ന, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, ആ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇ.ഡിക്ക് വേട്ടയാടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച, ഇത് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിന്റെ പൊളിറ്റിക്കൽ ഡീൽ. ഇ.ഡി ആരെ വേട്ടയാടിയാലും CPIMന് കൃത്യമായ നിലപാടുണ്ട്. ഇ.ഡി കേന്ദ്രത്തിന്റെ ഉപകരണമാണ്. എന്നാൽ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ ഇ.ഡിക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ് എന്നും റഹീം പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനെ പോലും അറിയിക്കാതെ എക്സാലോജി കേസിൽ ഇ.ഡി ഇടപെട്ടത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നില്ല. ഇ.ഡി ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ മേലെ കടന്നുകയറ്റമാണ്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. കോടിയേരിയുടെ വീട്ടിൽ ഇ.ഡിയുടെ റെയ്ഡിൽ പാർട്ടി പ്രതികരിച്ചില്ല എന്ന വാദം അടിസ്ഥാനമില്ലാത്തത്. അന്നത്തെ കാര്യങ്ങൾ വിലയിരുത്തിയാണ് പാർട്ടി നിലപാട് സ്വീകരിച്ചത്. കോടിയേരിയുടെ വീട്ടിൽ ഇ.ഡി റെയ്ഡ് നടത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി കോടിയേരിയായിരുന്നു. അന്ന് പാർട്ടി നിലപാട് പറഞ്ഞത് കോടിയേരിയായിരുന്നുവെന്നും EP ജയരാജൻ പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഡൽഹിയിൽ ഇടതുകക്ഷികളടക്കം പ്രതിഷേധിച്ചിരുന്നില്ലേ എന്ന് CPIM നേതാവ് എളമരം കരീം ചോദിച്ചു. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നടന്ന റെയ്ഡും ചേർത്ത് കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് പ്രചാരണം നടത്താനാണ് CPIM നീക്കം. പിണറായി വിജയനെ കേസിന്റെ ഭാഗമാക്കിയാൽ പാർട്ടി നിയമപരമായി നേരിടും, അല്ലെങ്കിൽ വീണ ടി തന്നെ നേരിടട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.